ഹലോ, ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടൊരു സ്നാക്സാണ് ചെയ്യാൻ പോകുന്നത്. ചക്കിളിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയൊരു സ്നാക്സ്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നല്ല ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുക. സ്പൈസി അധികമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. ഇനി 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. വൈകുന്നേരം ചായൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ ബെസ്റ്റാണ് ചക്കിളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാം. ആ ചൂടോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇടിയപ്പം അല്ലെങ്കിൽ ഈ സേമയുടെ പാത്രമില്ല, അതിലൊന്നും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്റ്റാറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 3 സ്റ്റാറും വരുന്നുണ്ട്. നമുക്ക് ആ ഫസ്റ്റ് 1 സ്റ്റാർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളെ ചക്കിളി ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. ഇനി എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് ഇങ്ങനെ കയ്യിലും എടുക്കാം, അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ അതിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചക്കിളി റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈസി ആയൊരു റെസിപ്പി കൂടിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചക്കിളി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ അടുത്തത് 3 സ്റ്റാർ വെച്ചത് അതാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. കുറേ എണ്ണം അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ചക്കിളി ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫൈനലി നമ്മളെ ചക്കിളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഈസി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്